ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സിയാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണസദ്യയിലെ ഇഞ്ചിക്കറിയാണ് പരിചയപ്പെടുന്നത് കേട്ടോ. വളരെ മധുരവും എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് മൂത്തിട്ട് വേണം എടുക്കാൻ. ഇതേ പരുവമായിരിക്കണം, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂത്ത് വരാറാകുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാൻ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കരിഞ്ഞു പോവാത്ത രീതിയിൽ ഈ പരുവത്തിൽ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി അധികം എണ്ണ ഒഴിച്ചതാണ്. അപ്പം നമുക്കിനി ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാമേ. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, ഞാനൊരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഐറ്റം മഞ്ഞൾപ്പൊടി, കായം, മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയുണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ച ആ പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി വേണ്ടത് അതിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2-3 സ്പൂൺ ശർക്കര. അപ്പം നമ്മുടെ കണക്കിനനുസരിച്ചുള്ള ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ കുറുകി വരും. ആ ടൈമിൽ നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറുകണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചേക്കാം. ഞാൻ അത്രയും കുറുക്കി എടുത്തിട്ടില്ല. നമുക്ക് ഊണിന് ഇതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കാം ഇതായതുകൊണ്ട് ഞാൻ വേറെ ഒന്നിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയ വിഭവമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.